CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെ യോഗത്തിൽ തീരുമാനിച്ചേക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാവും. രാഹുൽ ജയനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പുതിയ ആരായിരിക്കും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാവുക? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആവുക? മോദി, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായി മുന്നിലുള്ളത്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള തീരുമാനമുണ്ടാകുന്നു. ഒപ്പം സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ വരികയാണ്. അതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ആരാകണം എന്നുള്ള തീരുമാനമുണ്ടാകണം. എന്തായാലും കുറേ പരിഗണനകൾ വരുന്നുണ്ട്. എങ്കിലും ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ തന്നെയായിരിക്കും. അത് പാർട്ടി അംഗീകരിക്കാനുള്ള സാധ്യതയുമാണ് മുന്നിലുള്ളത്. അതായത് KK രാഗേഷ് ആ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ പിന്നീട് പരിഗണിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്, ഒന്ന് ഇത്തരത്തിൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ സാധ്യതയുള്ളത് MV ജയരാജനെ ഒരു പക്ഷേ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഒപ്പം പുതിയ മുഖങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി R മോഹനെ പരിഗണിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ പല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാകും ഏറ്റവും ഒടുവിൽ പരിഗണിക്കപ്പെടുക. ഒപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. ഇവിടെ UDF സ്ഥാനാർത്ഥി തീരുമാനിച്ച ശേഷം CPM സ്ഥാനാർത്ഥി തീരുമാനിക്കാമെന്ന നിലപാടിലേക്ക് എത്താനാണ് സാധ്യത. കാരണം ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ മുതലെടുക്കാമെന്നുള്ള തീരുമാനമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് 2 സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF തീരുമാനം വന്നിട്ടാകാം എന്നുള്ള ചർച്ചയും മുന്നിലുണ്ട്. മോത്തി, ശരി രാഹുൽ.